കൊച്ചിയിൽ ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു നേരിയ മഴ മാത്രമാണുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം തൂളി മഴ മാത്രമാണുള്ളത്. പക്ഷേ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് എറണാകുളത്ത് എല്ലായിടത്തും. ഈ ലിഷോയ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്തിൻ്റെ ഒരു ആശങ്കയുള്ളത്. കാരണം അതിരപ്പള്ളിയിലും മലക്കപ്പാറയിലുമൊക്കെ തന്നെ വലിയ രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വെള്ളം ഒഴുകിയെത്തുന്നത് ചാലക്കുടി പുഴയിലേക്കാണ്. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ പറവൂർ മണ്ഡലത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങൾ അതുവഴിയാണ് കടലിലേക്ക് ചാലക്കുടി പുഴ ഒഴുകിപ്പോകുന്നത്. അപ്പോൾ പുത്തൻവേലിക്കര അടക്കമുള്ള പ്രദേശങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിനടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുമോ എന്ന ഒരു ആശങ്ക തന്നെയാണ് എറണാകുളത്തിൻ്റെ പറവൂർ മേഖലയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിലനിൽക്കുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം പറയുന്നത് അവർ ഏത് തരത്തിലുള്ള പ്രതിസന്ധിയെ നേരിടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു അലർട്ട് ഉള്ള ഒരു ഘട്ടത്തിൽ എല്ലാവിധ മുന്നൊരുക്കങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ കാലവർഷകാലത്ത് ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത് മഴയ്ക്കൊപ്പമുള്ള വലിയ കാറ്റാണ്. ആദ്യ കാലവർഷ സമയങ്ങളിൽ നമുക്ക് വലിയ കാറ്റുണ്ടായിരുന്നു. ഒരുപാട് മരങ്ങളാണ് എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ വീണത്. അതിനുശേഷം ആ കാറ്റിൻ്റെ ഒരു ശമനമുണ്ടായി. പിന്നെ അതിനുശേഷം ഈ കഴിഞ്ഞ വീണ്ടും മഴ തുടങ്ങിയപ്പോൾ ആ കാറ്റ് ശക്തമാകുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്നും ആ കാറ്റിന് സാധ്യത പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ കാറ്റ് ശക്തമാകുകയാണ് എങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലൊക്കെ തന്നെ കഴിഞ്ഞ ഒരു 3-4 മാസമായി മിക്ക ദിവസങ്ങളിലും മഴയുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണ് നന്നായി നനഞ്ഞിരിക്കുകയാണ്. അതായത് മലയിൽ നന്നായി വെള്ളം ഇറങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആശങ്കയുണ്ട്, മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്കടക്കം ചില നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും എറണാകുളത്ത് ഇപ്പോൾ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. പക്ഷേ ഇപ്പോൾ ഒരു തൂളിമഴ മാത്രമാണുള്ളത്. ശരി ബിനിൽ, കൊച്ചിയിലെ സാഹചര്യമാണ് ബിനിൽ പറഞ്ഞത്. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പക്ഷേ അന്തരീക്ഷം മേഘാവൃതമാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇനി നമുക്ക് നേരെ കോട്ടയത്തേക്ക് പോകാം. അവിടെ ഷിനോജ് ഉണ്ട്. ഷിനോജ്, കൊച്ചിയിൽ ചാറ്റൽ മഴയുണ്ട് എന്നുള്ളതാണ് ബിനിൽ പറഞ്ഞത്. അവിടെ കാര്യമായിട്ട് മഴ പെയ്യുന്നില്ല ഇപ്പോൾ, പക്ഷേ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണെന്നാണ് പറയുന്നത്. കോട്ടയത്തെ അവസ്ഥ എന്താണ്? കോട്ടയത്തെ സംബന്ധിച്ച് ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ കാര്യമായ രീതിയിലുള്ള മഴ ഒരിടത്തും തന്നെ പെയ്യുന്നില്ല. ഇന്നലെ രാത്രി ഒരു 11 മണി വരെ ഇടവിട്ടുള്ള മഴ നഗരപ്രദേശങ്ങളിലൊപ്പം തന്നെ മലയോര മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം 11 മണിക്ക് ശേഷം ശക്തമായ രീതിയിലുള്ള മഴ ഒരിടത്തും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇന്ന് ജില്ലയിൽ എല്ലായിടത്തും ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ട് ആയതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മീനച്ചിലാറിലെയും മണിമലയാറിലും ഒക്കെ തന്നെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മഴയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത് കാറ്റ് തന്നെയാണ്. നിലവിലെ ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പ് പ്രകാരമാണെങ്കിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള മുന്നറിയിപ്പുകളും ആ തരത്തിലുള്ള ജാഗ്രതകൾ വേണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ അനാവശ്യമായ രീതിയിലുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ മഴ ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് മലയോര മേഖലകളാണ്. കോട്ടയത്തെ സംബന്ധിച്ച് ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് ഈ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത്തരത്തിലുള്ള മലയോര മേഖലകളിലേക്കുള്ള യാത്ര, വാഗമൺ ഇരട്ടവട്ട മേഖലകളിലേക്കുള്ള രാത്രി യാത്ര ഉൾപ്പെടെ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ ആശങ്ക വേണ്ട, കാരണം തെളിഞ്ഞ അന്തരീക്ഷമാണ് കോട്ടയത്തുള്ളത്. ജയലക്ഷ്മി. ശരി ഷിനോജ്, കോട്ടയത്തും ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണുള്ളത്. മഴയൊന്നും ഇല്ല എന്നുള്ളതാണ് ഷിനോജ് പറയുന്നത്. പക്ഷേ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്തേക്കാം എന്നൊരു സാഹചര്യവുമുണ്ട്. ഇനി നമുക്ക് നേരെ പത്തനംതിട്ടയിലേക്ക് പോകാം. അവിടെ അഭിലാൽ ഉണ്ട്. അഭിലാൽ, കോട്ടയത്തും കൊച്ചിയിലും ഒക്കെ ചെറിയ രീതിയിലുള്ള മഴയേ ഉള്ളൂ, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പത്തനംതിട്ടയിലെ അവസ്ഥ എന്താ? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ടയിൽ ഇന്നും നാളെയും മഴയ്ക്കുള്ള യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ 12 മണിക്കൂറിനിടയിൽ ജില്ലയിൽ എവിടെയും കാര്യമായ മഴ പെയ്തിട്ടില്ല. ഇപ്പോഴും ഒരു പ്രസന്നമായ ഒരു കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ്. പക്ഷേ അടുത്ത മണിക്കൂറിൽ മഴ പെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആകില്ല. ജില്ലയിലെ പ്രധാനപ്പെട്ട നദികൾ പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നിവ ജലസമൃദ്ധമായി തന്നെ ഒഴുകുകയാണ്. പിന്നിട്ട ഒരാഴ്ചയ്ക്ക് മുൻപ് തുടർച്ചയായ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കത്തിലേക്ക് അടുക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അപ്പർ കുട്ടനാടൻ മേഖലകളിൽ സ്ഥിതി അല്പം മോശമാകുന്നു എന്നതിന്
എന്നതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ മഴയിൽ കാര്യമായ കുറവ് വരികയും സ്ഥിതി അല്പം ആശ്വാസകരമായ തരത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമുകളുടെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ കക്കി ആനത്തോട് ഡാമാണ് അല്പം പരമാവധി സംഭരണ ശേഷിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. പമ്പ ഡാമിൻ്റെ സ്ഥിതി കാര്യമായ ജലത്തിൻ്റെ ഉയർച്ച ഉണ്ടായിട്ടില്ല. എന്തായാലും ജില്ലയിലെ പൊതുവായ സ്ഥിതി പരിശോധിക്കുമ്പോൾ കാര്യമായ മഴയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. മലയോര മേഖലയിലെ യാത്രകൾക്കോ അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിനോ നിലവിൽ നിയന്ത്രണങ്ങൾ ഏതും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. ശരി അഭിലാലാണ് പത്തനംതിട്ടയിലെ കാര്യങ്ങൾ പറഞ്ഞത്. അവിടെ ഇപ്പോൾ നിലവിൽ കാര്യമായ മഴയില്ല എന്നുള്ളത് തന്നെയാണ് അഭിലാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.